തമിഴകത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ധനുഷിനെതിരെ നയൻതാര രംഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാമിലാണ് നയൻതാര ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഒരു 3 പേജസിൻ്റെ ഒരു ലെറ്റർ, ഓപ്പൺ ലെറ്റർ ടു ധനുഷ് കെ രാജ എന്ന് പറഞ്ഞിട്ടാണ് നയൻതാര ഈ ഒരു ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. നയൻതാരയും നയൻതാരയുടെ ഹസ്ബൻഡിൻ്റെയും ധനുഷ് ഒരുപാട് നാളായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ ലെറ്ററിൻ്റെ ഒരു ഉള്ളടക്കം. കാരണം ഇതാണ്, അതായത് നെറ്റ്ഫ്ലിക്സിൽ നമുക്കറിയാം നയൻതാരയുടെ ലൈഫും മെയിൻലി മാരേജാണ് അവരതിൽ ഡോക്യുമെൻ്ററി ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിലീസായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലാണ് അത് വന്നത്. അപ്പോൾ അത് ഒരുപാട് പേർക്ക് വളരെ ഇഷ്ടമായിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഇവർക്കൊരു മിസ്ഫോർച്യൂൺ എന്ന രീതിയിൽ വന്നിട്ടുള്ളത്. അതിലൊരു 3 സെക്കൻഡിൻ്റെ ഒരു പ്രൈവറ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് നാനും റൗഡിദാൻ എന്ന സിനിമയുടെ കുറച്ച് 3 സെക്കൻഡുള്ളൊരു വീഡിയോ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് അവരുടെ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടുള്ള വീഡിയോസാണ് അവർ യൂസ് ചെയ്തത്. പക്ഷെ ആ യൂസ് ചെയ്തതിനെതിരെ ധനുഷ് കെ രാജ, കാരണം ധനുഷിൻ്റെ സിനിമയാണ് നാനും റൗഡിദാൻ, കാരണം ധനുഷാണ് പ്രൊഡ്യൂസർ. സംവിധായകൻ എന്ന് പറയുന്ന നയൻതാരയുടെ ഹസ്ബൻഡായിട്ടുള്ള വിഘ്നേഷ് ശിവനാണ്. അപ്പോൾ ആ ഒരു 3 സെക്കൻഡ് ഉപയോഗിച്ചു എന്ന പേരിൽ ഇപ്പോൾ ധനുഷ് അതിനെതിരെ ലീഗലി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അപ്പോൾ 10 കോടിയാണ് അതിന് നഷ്ടപരിഹാര തുകയായിട്ട് ധനുഷ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നയൻതാരയുടെ അടുത്ത്. അപ്പോൾ നയൻതാര പറയുന്നത് 2 വർഷത്തോളം നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി, അതായത് ഇതിലെ പാട്ടുകൾ എഴുതിയിട്ടുള്ളത് വിഘ്നേഷ് ശിവനാണ്. അപ്പോൾ ഇവരുടെ കല്യാണത്തിന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഈ ഡോക്യുമെൻ്ററിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഒരു പാട്ട് യൂസ് ചെയ്യട്ടെ എന്ന് ചോദിച്ചിട്ട് ധനുഷ് സമ്മതിച്ചില്ല. അവർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റും കൊടുത്തില്ല. അത് കാരണം അവർ അത് ഉപയോഗിക്കാതെ മറ്റു പാട്ടുകളാണ് ഉപയോഗിച്ചതെന്നും നയൻതാര ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. 10 വർഷം മുന്നേ ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ കോപ്പിറൈറ്റിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നും അത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണെന്നാണ് നയൻതാര പറയുന്നത്. എന്തായാലും ഇതൊരു വലിയ ബാറ്റിലാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതിനെതിരെ ലീഗലി മൂവ് ചെയ്യുമെന്നാണ് നയൻതാര പറഞ്ഞിട്ടുള്ളത്. പക്ഷേ കോപ്പിറൈറ്റ് എന്തായാലും ധനുഷിന് തന്നെയായിരിക്കും. കാരണം പ്രൊഡ്യൂസർ എന്ന നിലയിൽ ധനുഷിന് തന്നെയാണ് കോപ്പിറൈറ്റ് കിട്ടുക. പക്ഷേ കോപ്പിറൈറ്റ് കിട്ടിയാലും ദൈവത്തിൻ്റെ കോടതിയിൽ അതിന് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല എന്നാണ് നയൻതാരയുടെ ഈ ഓപ്പൺ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ ലോഞ്ചിനും അതുപോലെ അതിൻ്റെ റിലീസ് ചെയ്ത ഇവൻറ്റിനൊക്കെ ഇവരെ വളരെയധികം വേദനിപ്പിക്കുന്ന രീതിയിലാണ് ധനുഷ് പെരുമാറിയിട്ടുള്ളതെന്നും ഫിലിം ഫെയർ 2016 ഫിലിം ഫെയറിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. യൂട്യൂബിൽ ഭയങ്കര വൈറലായിരുന്നു. അതായത് അതിൽ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ആ കൊല്ലം കിട്ടിയത് നയൻതാരയ്ക്കാണ് തമിഴിൽ. പക്ഷേ ധനുഷ് നയൻതാരനെ മാത്രം കോൺഗ്രാജുലേറ്റ് ചെയ്യാതെ ആ വേദിയിൽ മറ്റുള്ളവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് ഫിലിം ഫെയർ അവാർഡ്സിൽ ഭയങ്കര വൈറലായിരുന്നു ആ സംഭവം. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇനി എന്തായിരിക്കും തമിഴകത്തിലെ സ്റ്റാൻഡെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ നയൻതാരയുടെ ഈ പോസ്റ്റിൻ്റെ അടിയിൽ പാർവതി തിരുവോത്ത്, ഗായത്രി ശങ്കറൊക്കെ അവർക്ക് പിന്തുണയായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ഓപ്പൺ ലെറ്ററിൻ്റെ ലാസ്റ്റ് നയൻതാര ഷാഡൻ ഫ്രീഡേ എന്ന് പറയുന്നൊരു ജർമ്മൻ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവരുടെ വിഷമം കണ്ടിട്ട് ഹാപ്പി ആവുന്ന ആളുകളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ജർമ്മൻകാർ വിളിക്കുന്ന ഒരു വേർഡാണ്. അങ്ങനെയാണ് ധനുഷിനെ അതിൽ വിളിച്ചിട്ടുള്ളത്. എന്തായാലും പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുന്ന ഒരു ഇമോജിയോട് കൂടിയാണ്. ധനുഷ് നിങ്ങൾ ഈ കാണുന്ന ഓഡിയോ ലോഞ്ചിനൊന്നും കാണുന്ന ഈ സാത്വികനായ ഒരു പാവം മനുഷ്യനല്ല എന്നാണ് നയൻതാര കുറിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ബാക്കിയുള്ളത് വരുമ്പോൾ കാണാം.